ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൈറ്റർ വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന റൈറ്ററാണ്. ശരിക്കും ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1770 to 1850 ആണ്. 1770 മുതൽ 1850 വരെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാ കാലത്തും ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. സാമുവൽ ടെയ്ലർ കോളറിഡ്ജിന്റെ കൂടെ അദ്ദേഹം റൊമാൻറ്റിക് ഏജ് ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ബിക്കോസ് അവർ രണ്ടുപേരും കൂടെയാണ് ഈ ലിറിക്കൽ ബലാറ്റ്സ് എന്ന് പറയുന്ന വർക്ക് 1798 ഒരു ജോയിന്റ് എഫേർട്ടാണ്, ജോയിന്റ് പബ്ലിക്കേഷനാണ്. അതോടുകൂടിയാണ് ഈ റൊമാൻറ്റിക് ഏജിന്റെ ഒരു സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പ്രിലൂഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. അതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ഏർലി ഇയേഴ്സിലാണ് ഈ ഒരു പോയം നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം അദ്ദേഹം റിവൈസ് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പബ്ലിഷ് ചെയ്യുന്നത് പോസ്റ്റ്മസ്ലി ആണ്, അദ്ദേഹത്തിന്റെ ഡെത്തിന് ശേഷം. പിന്നെ അതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പോയം ബിഫോർ വിച്ച് ഇറ്റ് വാസ് ജനറലി നോൺ ആസ് ദ പോയം ടു കോളറിഡ്ജ്, ഇങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ 1843 മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള റൈറ്ററാണ്. റൊമാൻറ്റിക് ഏജിൽ റൊമാൻറ്റിക് പോയ്സിനിടയ്ക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ എന്ന് അറിയപ്പെടുന്നത് വേർഡ്സ്വർത്ത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിയാവുന്ന അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കും. ഈവൻ സ്കൂളിൽ പോലും പലപ്പോഴും വേർഡ്സ്വർത്തിന്റെ പോംസ് ഒക്കെ പണ്ട് കാലം മുതൽ എല്ലാ സിലബസിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വില്യം വേർഡ്സ്വർത്തിന്റെ പോംസ്. ബിക്കോസ് ഓഫ് ദാറ്റ് സിംപ്ലിസിറ്റി, അദ്ദേഹത്തിന്റെ പോയത്തിന്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ് അതാണ് അദ്ദേഹത്തെ കൂടുതൽ പോപ്പുലർ ആക്കിയത്. അപ്പോൾ ഒരു ഇയർലി ഏജിലൊക്കെ അദ്ദേഹത്തെ ലിറിക്കൽ ബലാറ്റ്സ് വരുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഒരു ട്രെൻഡ് അവിടെ സെറ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഈ ഒരു ഫസ്റ്റ് പബ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതായത് 1793 വി ക്യാൻ സി 1793 അതിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് പോംസ് വേർഡ്സ്വർത്തിന്റെ. അത് ഒരു കളക്ഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻ ഈവനിങ് വാക്ക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ് എന്ന് പറയുന്നതിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന ഒരു റൈറ്റർ ആയിരുന്നു, ഒരു പോയറ്റ് ആയിരുന്നു. പോയട്രി എന്ന് പറഞ്ഞാൽ യൂഷ്വലി പലപ്പോഴും പോംസ് അങ്ങനെ സാധാരണക്കാർക്ക് അധികം അങ്ങോട്ട് ദഹിക്കാറില്ല. പലപ്പോഴും അതിന്റെ ഭാഷ ഡിഫറെന്റ് ആയിരിക്കും. അത് ഒരു എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും എഴുതപ്പെട്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ പോംസ് വരുന്നു എന്ന് പറയുമ്പോൾ ഒബിയസ്ലി ആൾക്കാർ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അവർക്ക്, കാരണം അവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നു, സിമ്പിളായിട്ടൊരു മനുഷ്യൻ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റൊമാൻറ്റിക് ഏജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റൊമാൻറ്റിസിസത്തിൽ ഒരു സെൻട്രൽ ഫിഗർ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇന്റലക്ട്സ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു സ്പിരിച്വൽ പോയറ്റായിട്ട് ആൾക്കാർ പലരും അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് ടു നേച്ചർ, ഇത്രയും നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു റൈറ്റർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ. കാരണം അദ്ദേഹം ആ ഒരു ആദ്യ കാലത്തില് നേച്ചറിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്നത് എന്ത് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനും നേച്ചറിലൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അപ്പൊ അതൊക്കെ അദ്ദേഹത്തെ ആൾക്കാരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്ന് വേണ്ട നമുക്ക് പറയാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ഈ പറഞ്ഞ പോലെ ഈ ഈ- ഈ ഒരു തീംസ്, അദ്ദേഹം ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കോമൺ മാന് വളരെ പ്രിയപ്പെട്ട ഒരു റൈറ്ററാക്കി, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റൈറ്ററാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഴുതുമല്ല പലപ്പോഴും ഒരു റൈറ്റർ ചെയ്യേണ്ടത്. അത് എഴുതുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം, അത് ഒരു സാധാരണക്കാരനും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടവും. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ കൈൻഡ് ഓഫ് തീംസും അല്ലെങ്കിൽ പറഞ്ഞ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗാണ് അദ്ദേഹം എല്ലാ കാലത്തും ഫോളോ ചെയ്തിട്ടുള്ളത്. ഫേമസ് വർക്ക്സ് കുറേ വർക്ക്സ് ഉണ്ട്. നമുക്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോം, അത് പലപ്പോഴും ഈ ഡാഫഡിൽസ് എന്നുള്ള പേരിൽ കുട്ടികളൊക്കെ
പല സ്ഥലത്തും ചൊല്ലുന്നതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്, പഠിക്കാനൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും നേച്ചറിനെ അദ്ദേഹം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നേച്ചറിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ നേച്ചറിനെ എങ്ങനെയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത് ത്രൂ ഹിസ് റൈറ്റിംഗ് എന്നുള്ളത്. നേച്ചർ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണെന്ന് പറയുമ്പോൾ അത് തന്നെ അതൊരു സിമ്പിൾ തീമാണ്, പറയുമ്പോൾ ഒരു സിമ്പിൾ തീമാണ്. ഫിലോസഫിക്കലായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ബട്ട് സ്റ്റിൽ ഒരു സിമ്പിൾ തീം അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ത്രൂ ഔട്ട് എല്ലാ പോയത്തിലും നമുക്ക് കാണാൻ പറ്റും, ത്രൂ ഔട്ട് ദിസ് പോം ആൻഡ് എല്ലാ പോയത്തിലും ഈ ഒരു തീം റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫേമസ് വർക്ക്സിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തേക്കാം. ഏതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് റൈറ്ററിനെ കുറിച്ച് എഴുതേണ്ടി വരുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുള്ള ഒരു റൈറ്ററാണ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പ്രിലൂഡ് എന്ന് പറയുന്ന വർക്ക് ഓർത്ത് വെച്ചേക്കുക. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് ആ വർക്ക് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ വർക്ക്സ് ഉണ്ട്, പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.